പി വി അൻവർ വാളൂരിയത് വെറുതെയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. അൻവർ കുളം കലക്കിയത് കൊണ്ട് ആദ്യം മലപ്പുറം എസ് പിയെ മാറ്റി, പിന്നെ പത്തനംതിട്ട എസ് പിയെ സസ്പെൻഡ് ചെയ്തു. അതിലുപരി അഡീഷണൽ DGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റാൻ സാധിച്ചു. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് വച്ചപ്പോൾ മുതൽക്ക് നിരവധി പരാതികൾ അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ തൻപ്രമാണിത്തരമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നതെന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അവിടെ യാതൊരു റോളുമില്ലെന്നും പിണറായി വിജയൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുതൽക്ക് സംസ്ഥാനത്തെ സകല പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നത് അജിത് കുമാറാണെന്നും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വലിയൊരു ദൂഷിത വലയം നിലവിലുണ്ടെന്നും ചില കുപ്രസിദ്ധ മാഫിയ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്നും ഇദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം നിഷ്കരണം സംഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി ഉന്നയിച്ചത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, പ്രമുഖ മാധ്യമങ്ങളും നിരീക്ഷകരും CPMലെ CPIയിലുള്ള നേതാക്കന്മാരെ അടക്കമായിട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അത് പക്ഷേ PV അൻവർ പറഞ്ഞപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ അൻവർ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ കാരണങ്ങൾ പോലീസിനും പോലീസ് മേധാവിക്കും പോലീസിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കും എതിരായിട്ട് തിരിയുകയും പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുകയും ചെയ്തു. അൻവർ പറഞ്ഞതിൽ ഒരു 80% കാര്യങ്ങൾ സത്യമായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ADGP അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ട വിവരം പുറത്തുവിട്ടത്. RSSകാരും അത് നിഷേധിച്ചില്ല, അജിത് കുമാറിനും അത് നിഷേധിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ അതിൻ്റെ സാമുദായികമായ മറ്റൊരു നിറം കൂടി കൈവന്നു. അജിത് കുമാറിനെ ഉടനെ പറഞ്ഞു വിടണം എന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കിടയ്ക്ക് വളരെ ശക്തമായി. ആ അഭിപ്രായത്തെ CPIയും അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും അതിശക്തമായിട്ട് പിന്തുണച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയെ ഇതപ്പര്യന്തം പിന്തുണച്ചുകൊണ്ടിരുന്ന ബുദ്ധിജീവികളുടെ ഇടയിലും വലിയ ആശയക്കുഴപ്പമുണ്ടായി. പാർട്ടിക്കകത്തുണ്ടായിരുന്ന സാംസ്കാരിക നായകന്മാരൊക്കെ ഈ വിഷയത്തിൽ ഭയങ്കരമായ കാതടപ്പിക്കുന്ന മൗനം വച്ചു പുലർത്തി. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ എന്തെങ്കിലും നടപടിയെടുത്ത് തീരൂ എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായ അദ്ദേഹം DGPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. അപ്പോഴേക്ക് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദവും തുല്യനിലയിൽ ഉയർന്നു വന്നു. എല്ലാം കൂടി ചേർന്നപ്പോൾ അജിത് കുമാറിന് ഇനി അവിടെ തുടരാൻ പറ്റുകയില്ല എന്ന നിലയിലെത്തി. ആ സമയമായപ്പോഴത്തേക്ക് അൻവർ ഈ വിമർശനത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മരുമകനെയും വരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ട് ഒരാൾക്ക് LDFൽ തുടരാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അൻവറിന് മുന്നണി വിട്ട് പോകേണ്ടതായിട്ട് വന്നു. ആദ്യം അദ്ദേഹം നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു യോഗം നടത്തി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. പിന്നീട് മഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പ്രഖ്യാപിച്ചു. അൻവറിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞത് തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. അത് പണ്ട് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തായപ്പോൾ ലോനപ്പന്തമ്പാടൻ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ പോലും ആ നിലയിലൊക്കെ കണക്കാക്കാനുള്ളതുള്ളൂ. അതിനേക്കാൾ വലിയ പ്രാധാന്യമൊന്നും ആ പാർട്ടിക്കില്ല. കുറച്ച് ആളുകൾ കുറച്ച് നാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കും, പിന്നെ വെയിലുറയ്ക്കുമ്പോൾ അവരൊക്കെ വരുമ്പത്തേക്ക് കയറി പോവുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ അൻവർ വരുത്തിയ വിഷയങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇതിന് തൃപ്തികരമായ യാതൊരു മറുപടിയും പറയാനായിട്ട് നമ്മുടെ കാരണഭൂതന് ഇന്നേ ദിവസം വരെ സാധിച്ചിട്ടില്ല. നിയമസഭയിൽ പോലും പുള്ളിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ല, വോയിസ് റെസ്റ്റാണ് എന്ന് പറഞ്ഞ് ഊരിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പതിവിന് വിപരീതമായിട്ട് ധാരാളമായിട്ട് ചിരിച്ചു എന്നല്ലാതെ ഫലപ്രദമായ ഒരു ഉത്തരവും പറഞ്ഞില്ല. ഇതുവരെ PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയന് PR ഏജൻസി ഉണ്ട് എന്ന കാര്യം അതും പകൽ പോലെ വ്യക്തമായി. ഇതിനൊന്നും ഒരു മറുപടി ഇല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥിതി അതാണെങ്കിൽ പോലീസ് ആസ്ഥാനത്തെ ആശയക്കുഴപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. അവിടെ അജിത് കുമാർ ഇതുവരെ വഹിച്ചിരുന്ന ചുമതല മനോജ് എബ്രഹാമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനോജ് കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ചില സമയത്തൊക്കെ തീരെ അൺറീസണബിളായിട്ട് പെരുമാറിക്കളയും എന്നുള്ള ഒഴിച്ചാൽ പൊതുവെ കാര്യക്ഷമതയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം. അതിനേക്കാളും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അജിത് കുമാറിൻ്റെ അനിഷ്ടത്തിന് വിധേയമായി എന്ന ഒറ്റ കാരണത്താൽ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട P വിജയൻ, അദ്ദേഹം വളരെ സത്യസന്ധനായ നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഇൻ്റലിജൻസ് മേധാവിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഇൻ്റലിജൻസ് സംവിധാനമെങ്കിൽ ഇനി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. അജിത് കുമാർ പോയതുകൊണ്ട് അജിത് കുമാറിനല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കളങ്കിതനായ ഒരു വ്യക്തി ഇത്ര നാളും എന്തിനു വേണ്ടി മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നുള്ള കാര്യവും ചിന്തനീയമാണ്. ഏതായാലും അജിത് കുമാർ ഇല്ലാത്തതുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേകിച്ച് യാതൊരു ഗ്ലാനിയും സംഭവിച്ചിട്ടില്ല. കേരള പോലീസിൻ്റെ കാര്യക്ഷമതയ്ക്കോ
അല്ലെങ്കിൽ അവരുടെ അച്ചടക്കത്തിനോ എന്തെങ്കിലും ഊനം ഇതുകൊണ്ട് സംഭവിക്കും എന്ന് വിചാരിക്കാനും കാരണമില്ല. തീർച്ചയായിട്ടും സ്വാഗതാർഹമായൊരു മാറ്റമാണ് പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് മേധാവിയുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയും ക്രമസമാധാന പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഈ സംവിധാനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിലോ മുഖ്യമന്ത്രിയെ മാറ്റിലോ ഒന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഏതായാലും അൻവർ വിചാരിച്ചിട്ട് ADGP എങ്കിലും മാറ്റാൻ സാധിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അൻവറിന് തന്നെ പോകേണ്ടതാണ്. CPIയും അതുപോലെ ലോക് ജനശക്തി പാർട്ടിയും ഒക്കെ വഹിച്ച പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ആ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അൻവർ തന്നെയാണ്. അൻവർ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഈ കളങ്കിതനായ ADGP ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ മൊത്തം പോലീസ് സംവിധാനം ഒരു മാഫിയായിട്ട് മാറി നമ്മളെ ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും മനോജ് എബ്രഹാമിനും അതുപോലെ തന്നെ P. വിജയനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായിട്ട് നിറവേറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേരളത്തിന് ശുഭോദർക്കമായിരിക്കും. എന്ന് മാത്രമല്ല, അൻവറിന് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുന്നു, അതല്ല MLA സ്ഥാനം ഇല്ലാണ്ടാവുന്നു എങ്കിൽ പോലും ചരിത്രത്തിൽ അൻവറിൻ്റെ പേരിൽ എഴുതി വയ്ക്കാനായിട്ട് ഈ ഒരു നേട്ടം ബാക്കി നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.